ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റേക്ക് ലവ് മായ. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ലാസ്റ്റ് ചെയ്യോ, ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് വരെ എത്തുമോ, മാരേജിലെത്തുമോ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമോ എന്നുള്ള റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആസ് തംബ്നെയിലിൽ കണ്ട പോലെ ഫയൽ നമ്പർ 1, ഫയൽ നമ്പർ 2, ഫയൽ നമ്പർ 3, നമുക്ക് 3 ഫയൽസ് ഉണ്ട്. സോ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ റീഡിങ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു പേഴ്സൺ ലൈക്ക് ഒരു ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ഈ ഒരു പേഴ്സണായിട്ട് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ പറ്റുമോ എന്നുള്ളത്. സോ ഇറ്റ്സ് ലൈക്ക് റീഡിങ് വിച്ച് ഹെൽപ്പ് യു ഫൈൻഡ് ഔട്ട് അതിൽ ലാസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റീഡിംഗ് ആയിരിക്കും. സോ ഫസ്റ്റ് തിങ് ഐ സി ടു ഓഫ് സോർഡ്സ്. ടു ഓഫ് സോർഡ്സ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്ലൈൻഡഡ് ആയിട്ട് പോകാം. ഇപ്പോൾ ഫയൽ നമ്പർ 1 ആണ് ഞാൻ റീഡിങ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇതിൽ ബ്ലൈൻഡഡ് ആയിട്ട് പോകാം. നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇയാൾ മറച്ചു വെക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവാം, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടാവാം. ക്വീൻ ഓഫ് കപ്സ്, നിങ്ങൾ ആ ഒരു പേഴ്സണ് 100% ആയിട്ട് കൊടുക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. യു വിൽ ബി 100% ലോയൽ ടു ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് നിങ്ങൾ ഇതിനകത്ത് മാക്സിമം ദ ബെസ്റ്റ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് കാണുന്നത്. നെക്സ്റ്റ് ഐ സി 7 ഓഫ് വാൻസ്. അഗെയിൻ ഇതൊരു പീസ്ഫുൾ റിലേഷൻഷിപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നെക്സ്റ്റ് ഐ സി നൈറ്റ് ഓഫ് സോർഡ്സ്. ഇതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇയാള് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും. ജഡ്ജ്മെന്റ്, നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ജഡ്ജ്മെന്റ് ആണ് ഈ ഒരു പേഴ്സൺ. നിങ്ങളുടെ കർമ്മയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു പേഴ്സൺ. കിങ് ഓഫ് സോർഡ്സ്, ഈ ഒരു പേഴ്സൺ നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് എ ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്. സോ ബേസിക്കലി ഈ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടിയിട്ടുള്ള കാർഡ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ ഇപ്പോൾ ഒരു ബ്ലൈൻഡ് സിറ്റുവേഷൻ, കൺഫ്യൂസ് സിറ്റുവേഷനിലാണെങ്കിലും ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് നടത്താൻ വേണ്ടിയിട്ട് മാക്സിമം പെർസ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വിത്ത് നൈറ്റ് ഓഫ് സോർഡ്സ് എനർജി എനിക്ക് കാണാൻ പറ്റുന്നത്. അലോങ് വിത്ത് ദാറ്റ് ഐ സി ദ ക്വീൻ ഓഫ് കപ്സ് എനർജി. നിങ്ങൾ 100% ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊടുക്കുകയാണെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങളുടെ കർമ്മയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പേഴ്സൺ ആണെന്നുള്ളത്. വിത്ത് 7 of wands എനർജി ഐ സി ഈ ഒരു പേഴ്സൺ ഒരു പീസ്ഫുൾ റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ സി കിങ് ഓഫ് സോർഡ്സ് എനർജി. നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ഏതൊരറ്റം വരെയും പോകാനും ഏതൊരറ്റം വരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഈ ഒരു സിസ്റ്റം ഇത് വർക്ക് ചെയ്യിക്കാനും ഈ ഒരു പേഴ്സൺ ട്രൈ ചെയ്യും എന്നുള്ളതാണ്. ഓൺലി തിങ് ഇസ് ടു ഓഫ് സോർഡ് എനർജി വിച്ച് ക്രിയേറ്റ്സ് എ കൺഫ്യൂഷൻ. ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് റീസൺ. ബട്ട് ഇൻ ഫ്യൂച്ചർ ഈ ഒരു റിലേഷൻഷിപ്പ് ലോങ് റണ്ണിൽ നടക്കാൻ ചാൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ അടുത്തതായിട്ട് നമുക്ക് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് നോക്കാം. അവരുടെ കാര്യത്തിൽ ഇത് ഓക്കെ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. So for people who have chosen pile number 2, I see 5 of swords. അവർക്ക് പല ഹേർഡ്ലെസും പല കടമയും കടത്തിട്ട് മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഐ സി 6 of wands, celebration, marriage, commitment, reconciliation, എന്ത് വേണമെങ്കിലും പറയാം. ഈ ഒരു പേഴ്സണുമായിട്ട് മാരേജും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് കണക്ട് ആയി അതൊരു ലോങ് റണ്ണിൽ പോകാനുള്ള ചാൻസസ് ഉണ്ടെന്ന് കാണുന്നു. ദ ലവേഴ്സ്, സോൾമേറ്റ് എനർജിയാണ്. നിങ്ങൾ എന്തായാലും കണക്റ്റഡ് ആവേണ്ടതാണ് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഒരു പെർഫെക്റ്റ് സോൾമേറ്റ് തന്നെയാണ്. ഐ സി ദാറ്റ് ദിസ് ഈസ് ട്വിൻ ഫ്ലെയിം എനർജി. ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾ ചേരുന്ന സമയത്ത്. പക്ഷേ ഇറ്റ് ഇസ് ലൈക്ക് നിങ്ങൾ എന്തായാലും ഒരു റിലേഷൻഷിപ്പിൽ പോകേണ്ട ആൾക്കാർ നിങ്ങൾ സോൾമേറ്റ്സും ആണ്. നെക്സ്റ്റ് ഐ സി 4 of cups എനർജി.
ഇതിൻ്റെ അകത്ത് ഒരാൾ റിലക്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും, ഒരാൾക്ക് ഇപ്പോഴും ഇത് സോൾമേറ്റ് എനർജി ആണെന്നും ഇത് റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടതാണെന്നും ലോങ് ടേം ആണെന്നുള്ളത് മനസ്സിലാവാതെ ഇരിക്കുന്നുണ്ടാവാം. ഒരു ആൾ ഇതിൻ്റെ അകത്ത് എഫോർട്ട് കുറവിടുന്നുണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആവാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഐ സി വീൽ ഓഫ് ഫോർച്യൂൺ, അതായത് എങ്ങനെ കറങ്ങി തിരിച്ചാലും നിങ്ങൾ ഈ ഒരു പേഴ്സണിലേക്ക് തന്നെ എത്തും. അതായത് നിങ്ങൾ ചിലപ്പം ബ്രേക്കപ്പ് ആവുമായിരുന്നു, പിന്നെയും പാച്ചപ്പ് ആവും, ബ്രേക്കപ്പ് ആവും, പാച്ചപ്പ് ആവും. സോ അങ്ങനെ ഒരു എനർജിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം. സോ ഇറ്റ് ഇസ് ലൈക്ക് എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ഈ ഒരു പേഴ്സണിലേക്ക് തന്നെ നിങ്ങൾ ഫൈനലി വന്നെത്തും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഐ സി സ്ട്രെങ്ത് കാർഡ്. നിങ്ങളുടെ സ്ട്രെങ്ത് എടുത്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് ഞാൻ ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് ലോങ് റണ്ണിൽ പോകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ദിസ് ഇസ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ എനർജി. സോൾമേറ്റ് എനർജി ഉണ്ട്, സെലിബ്രേഷൻ ഉണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്, എവറിത്തിങ് ഇസ് ദർ. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു സൈഡിൽ നിന്ന് മാത്രം ലെസ് എഫോർട്ട് ആണ് ഇടുന്നത് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. എവറിത്തിങ് ലുക്സ് പോസിറ്റീവ് എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഒരാൾ ഇതിൻ്റെ അകത്ത് എഫോർട്ട് കുറവിടുന്നുണ്ട് വിത്ത് ഫോർ ഓഫ് കപ്സ് എനർജി. ഒരാൾ എഫോർട്ട് ഇത്തിരി കുറവായിട്ട് ഇടുന്നുണ്ട്, ബാക്കി ഇറ്റ് ഇസ് ലൈക്ക് റിയലി ഗുഡ് എനർജി. ഓക്കെ, ഇനി നമുക്ക് ഫയൽ നമ്പർ 3 ചൂസ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൺ, ഇതൊരു ലോങ് റൺ റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഐ സി ഏസ് ഓഫ് കപ്സ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അഗെയിൻ 5 ഓഫ് സോർഡ്സ്, they will do anything for you എന്നുള്ളതാണ് കാണുന്നത്. I see the chariot card. This is like a Shiva Parvati conjunction. ആ ഒരു കൈൻഡ് ഓഫ് എനർജി. നിങ്ങൾ എത്രയും പെട്ടെന്ന് മുന്നോട്ടേക്ക് മൂവ് ചെയ്യാനും എത്രയും പെട്ടെന്ന് റിലേഷൻഷിപ്പിലാവാനും ട്രൈ ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. കിങ് ഓഫ് സോർഡ്സ് എനർജി. ചിലപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, ഒരു അടിപിടി നടക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ആൻഡ് ഐ സി ഹീലിയോഫാൻത് എനർജി. ഇതൊരു യൂണിവേഴ്സലി ഗൈഡഡ് ആയിട്ടുള്ള യൂണിയൻ ആണ് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഐ സി ദ വേൾഡ് കാർഡ്. ദ വേൾഡ് കാർഡ്, ഈ ഒരു പേഴ്സന്റെ എനർജി മൊത്തം റിവോൾവ് ചെയ്യുന്നത് നിങ്ങളുടെ ചുറ്റുമാണ്. നിങ്ങളുടെ എനർജി ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നത് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ബേസിക്കലി. സോ ഇറ്റ് ഇസ് ലൈക്ക് എ ഗ്രേറ്റ് റീഡിങ് ഫോർ യു ഗൈസ് ഓൾസോ. ഇതിൻ്റെ അകത്ത് ഏസ് ഓഫ് കപ്സ് ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് റിലേഷൻഷിപ്പിലേക്ക് വരാനും ചാരിറ്റ് കാർഡ് കൊണ്ട് ലോങ് റണ്ണിൽ പോകാനുമുള്ള ചാൻസസ് ഉണ്ട്. ഓൺലി തിങ് ഇസ് കിങ് ഓഫ് സോർഡ്സ് വിത്ത് 5 ഓഫ് സോർഡ്സ് ടുഗെദർ ചിലപ്പം അടിപിടി ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത്. അതർവൈസ് ഇതൊരു യൂണിവേഴ്സൽ ഗൈഡഡ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ദ വേൾഡ് ഓൾസോ ഷോസ് ദാറ്റ് ഈ ഒരു പേഴ്സൺ റിവോൾവ് ചെയ്യുന്നത്, അവരുടെ എനർജി മൊത്തം നിൽക്കുന്നത് നിങ്ങളുടെ ചുറ്റും തന്നെയാണ് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആൻഡ് ഐ ഷെയർ ടു പേഴ്സണൽ റീഡിംഗ്സ് ഫോർ യു.